ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കുകയാണ്. അപ്പോൾ നല്ല ചൂട് ചായ കുടിക്കാൻ, കുളി കഴിഞ്ഞ് വന്നിട്ട് കുടിക്കാൻ നല്ല സുഖമാണ് അല്ലേ. അപ്പോൾ ഞാൻ ചായയെല്ലാം കുളി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പിന്നെ കുറച്ച് സോയ എടുത്തിട്ട് വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞ് സോയയാണ് കേട്ടോ. അതെടുത്ത് നമ്മൾ പാത്രത്തിലിട്ട് നന്നായി തന്നെ ആദ്യം ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് നമുക്കിതൊന്ന് കുതിർത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചുടുവെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വേവിക്കാറൊന്നുമില്ല കേട്ടോ. ഇതുപോലെ എപ്പോഴും പച്ചവെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചുടുവെള്ളത്തിൽ വേവിക്കുമ്പോൾ എനിക്കത് അത്ര ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ സോയയാണെങ്കിൽ ശരി, ചെറിയ സോയയാണെങ്കിൽ ശരി, ഇതുപോലെ കഴുകിയതിന് ശേഷം നമ്മളിതുപോലെ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോഴും നന്നായി തന്നെ വെന്ത് വരും. ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറയുക, ഓവറായിട്ട് വെന്ത് പോകും പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ സോയ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ വലിയ ഉള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം മതി കേട്ടോ. ഒരു വലിയ ഉള്ളി ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായി തന്നെ കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നീളത്തിൽ വേണ്ട, നമ്മൾ കോഴിമുട്ടയ്ക്കൊക്കെ ചെറുതായിട്ടായിരിക്കില്ലേ, ഇന്ന പോലെ നമ്മളിതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതവിടെ വെച്ചതിന് ശേഷം പിന്നെ പോയിട്ട് നമ്മുടെ സോയ അപ്പോഴേക്കും തന്നെ കുതിർന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുതിർന്ന് റെഡിയായി വരും, ചെറിയ സോയ ആയ കാരണം കേട്ടോ. പിന്നെ ഞാൻ ഈ പാത്രത്തിലാക്കി ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം നന്നായി തന്നെ പിഴിഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക. എന്താ പറയുക, നമ്മുടെ സോയയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു, അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തു, അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുത്തു, പിന്നെ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കുമ്പോൾ നമ്മുടെ സോയയിൽ നിന്ന് വെള്ളം പുറത്ത് വരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചേർത്താൽ നമ്മുടെ അച്ഛൻ ചിലപ്പോൾ കഴിക്കില്ല, എരിവ് കൂടി എന്നൊക്കെ പറഞ്ഞ് പലതും അവൻ പറയും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പ്ലെയിനായിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ അവന് ഇഷ്ടം. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അവൻ്റെ ഇഷ്ടത്തിനാണ് ഇന്ന് നമ്മൾ സോയ വെക്കുന്നത്. പിന്നെ നമ്മൾ സോയൊക്കെ പുരട്ടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പാലുണ്ടായിരുന്നു, പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരാൾ നല്ല സുഖത്തിൽ അങ്ങോട്ട് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ്, അങ്ങനെ ബൈക്കിൻ്റെ മേലെ അവളിങ്ങനെ കിടന്നുറങ്ങും കേട്ടോ. രാത്രി സമയത്തൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടക്കാൻ പോണതിന് മുന്നേ നോക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മളിന്ന് നേരത്തെയാണ് കേട്ടോ മിറ്റ് ഓടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ നല്ല കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചപ്പം എല്ലാം ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ഒന്ന് മിറ്റ് ഓടിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് നേരത്തെ മിറ്റ് ഓടിക്കാൻ വന്ന കാരണം തോന്നുന്നു ആൾക്ക് ഉറക്കം ശരിയായിട്ടില്ല. വന്ന് രാവിലെ 6 മണി, നമ്മളെപ്പോൾ ലേറ്റ് ഇടണോ ആ ടൈമിൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എൻ്റെ കൂടെ മിറ്റ് ഓടിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴും നല്ല ഉറക്കമാണ് കേട്ടോ ആൾ. അപ്പോൾ നമ്മൾ എപ്പോൾ ലേറ്റ് ഇടണോ അപ്പോൾ നമ്മുടെ കൂടെ വേഗം തന്നെ വരും കേട്ടോ. എവിടുന്നാണ് വരണമെന്ന് അറിയില്ല, ഇനിയിപ്പോൾ മുകളിൽ കിടക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല. വേഗം വന്ന് പിന്നെ കുറേ നേരം വട്ടത്തിരിഞ്ഞ് പിന്നെ നമ്മൾ പാലൊക്കെ കൊടുത്ത് അതെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിറ്റ് ഓടിക്കുന്നവരെ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിന്ന് നേരത്തെ മിറ്റ് ഓടിക്കാൻ പോയ കാരണം അവൾക്ക് ഉറക്കം മതിയായിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് മിറ്റ് ഓടിക്കാൻ വന്നില്ല കേട്ടോ. ഞാൻ പിന്നെ വേഗം തന്നെ അവളെ ഒന്നും കൂടെ നോക്കിയിട്ട് വേഗം തന്നെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം നമ്മുടെ സോയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ അതിലിത്തിരി കടുക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചുള്ള ഉള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ. ചെറിയ ഉള്ളി, വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി തന്നെ മുരിഞ്ഞതിന് ശേഷം, നന്നായി മുരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സോയ കൂടെ ചേർത്തിട്ട് കുറേശ്ശെ സോയ ചേർക്കുക. എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രമായ കാരണം ഒന്നിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ താഴെ പോകും കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് അതിലുണ്ടായിരുന്ന മസാല ഉണ്ടായിരുന്നു കുറച്ച്, അപ്പോൾ അതിലേക്ക് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നതിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു നുള്ളു വെള്ളം മതി കേട്ടോ, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ മസാല കളയണ്ടാവട്ടെ വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തേനെ കേട്ടോ. ഇത് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്, ഒന്ന് മയോയി വരട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ
കുറേശ്ശൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അടച്ച് വെക്കാണ്ട് ചെറിയ തീയിൽ വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മൾ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇന്ന് നല്ല മഴമൂട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയമായിട്ടും നമ്മുടെ അവിടെ വെളിച്ചം അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ മഴയൊക്കെ പാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നും ഉണ്ടായിരുന്നു. നമ്മുടെ നന്നായിട്ടൊന്നും പെയ്തില്ല, എന്നാലും മഴ പാറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ പാത്രമെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മുടെ വെളി അടുക്കള ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ നേരത്തെ പോയി കേട്ടോ. അപ്പോൾ ഏട്ടൻ നേരത്തെ പോയ കാരണം നമ്മുടെ അശ്വിനെ നമുക്കത് ബസ്സിന് തന്നെ വേണം അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ആ സമയം ഇതുകൂടെ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ വേഗം തന്നെ പുറത്ത് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം വരുമ്പോഴേക്കും തന്നെ നമ്മുടെ സോയ ഒരുവിധമൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം അതിന് മേലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല മണം ഉണ്ടാകും കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ സോയയ്ക്ക്. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ, അപ്പോൾ നന്നായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടുത്തൊന്നും കാണിക്കാണ്ട് ഇങ്ങനെ കാണിക്കുന്നതും അതുപോലെ അങ്ങനെ പറഞ്ഞു പോകുന്നതും കേട്ടോ. പിന്നെ അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ വെളിയിലെ പാത്രം ഉണ്ടായിരുന്നു, കഞ്ഞിവെള്ള പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കളഞ്ഞ് കൊണ്ടുവന്നു. അതിന് ശേഷം പിന്നെ വേഗം പാത്രമെല്ലാം കഴുകി പിന്നെ നമുക്ക് ചോറുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാർത്തെടുത്തു കേട്ടോ, വാർത്ത് വെച്ചു. അപ്പോൾ പിന്നെ വേഗം കഞ്ഞി കുടിക്കാമല്ലോ പറഞ്ഞിട്ട് കേട്ടോ. ചോറ് വാർക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് പാത്രത്തിൽ കഞ്ഞിവെള്ളം മാറ്റിയെടുത്തു കേട്ടോ. ഇനി അക്ഷയ മറ്റേ കുടിക്കണം പറഞ്ഞാൽ കഞ്ഞിവെള്ളം വേണം പറഞ്ഞാൽ കുടിക്കാമല്ലോ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചൂടോടുകൂടി എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ അതിന് ശേഷം ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊള്ള് രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാക്കല നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ അപ്പോഴേക്കും തന്നെ നമ്മുടെ കൊള്ള് രസം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാനതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചോറ് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് അരിമുട്ടൊക്കെ നോർത്തി നമ്മൾ എടുത്തിട്ട് വന്നു. അതിന് ശേഷം പിന്നെ ഞാൻ അശ്വിന് ചോറാക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്കുള്ള ഉച്ചക്കലേക്കുള്ള ചോറ് നമ്മൾ ആക്കി വെച്ചു. ഇന്നിപ്പോൾ അശ്വിന് മാത്രമേ ചോറ് കൊണ്ടുപോകുള്ളൂ. ഏട്ടൻ നേരത്തെ പോയ കാരണം ചോറൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. പിന്നെ അവന് ഞാൻ കുറച്ച് രസവും അതുപോലെ സോയൊക്കെ ചേർത്തിട്ട് ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ അവന് ചോറും വേഗം തന്നെ ഒന്ന് കൊടുത്തു. പക്ഷേ ചോറൊന്നും ഉണ്ടില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ പൊതുവേ ഏട്ടൻ കൊണ്ടാക്കുമ്പോൾ അപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ടാവും, അപ്പോൾ തന്നെ അവൻ നേരെ ഭക്ഷണം കഴിക്കില്ല. ഇപ്പം ബസ്സിനാകുമ്പോൾ ഇന്നത്തെ നേരത്തെയും കൂടെ പോകണമല്ലോ, അതുകൊണ്ട് പിന്നെ ഇത്ര ഭക്ഷണമൊന്നും നേരെ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താ പറഞ്ഞാൽ അക്ഷയയ്ക്ക് പിന്നെ പനിയായ കാരണം നമ്മൾ എന്തെങ്കിലും രാവിലെ ടിഫിൻ ഉണ്ടാക്കിയാലും അവൾക്കൊന്നും വായിക്കും ചെറിക്കും പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. കഞ്ഞിയാകുമ്പോൾ കുറച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏട്ടൻ നേരത്തെ പോയി. പിന്നെ ഇപ്പോൾ എനിക്കും അശ്വിനും വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്തിനാ പലഹാരം ഉണ്ടാക്കണേ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചോറ് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും കറികൾ വെക്കുക പറഞ്ഞാൽ വേറെ ഇപ്പോൾ എന്തെങ്കിലും വെച്ചാൽ തന്നെ അശ്വൻ കഴിക്കില്ല. പിന്നെ അക്ഷയയ്ക്ക് പിന്നെ ഒന്നും പിടിക്കാത്ത കാരണം പിന്നെ നമ്മൾ എന്ത് വെച്ച് കൊടുത്തിട്ടും കാര്യമില്ല. സോയ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സോയ കഴിച്ചതേ ഇല്ല കേട്ടോ. വായിക്ക് പിടിക്കുന്നില്ല അതുകൊണ്ട് സോയ കഴിച്ചതേ ഇല്ല. പിന്നെ എനിക്ക് മാത്രമായിട്ട് ഇനിയിപ്പോൾ എന്താ സ്പെഷ്യൽ വെക്കുക പറഞ്ഞിട്ട് ഞാനും പിന്നെ അതെല്ലാം കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ ചോറൊന്നും കൊണ്ടുപോകാത്ത കാരണം പിന്നെ നമുക്ക് വേറെ കുക്ക് ചെയ്യാനും നിന്നില്ല. എന്താ പറയുക നമ്മൾ ഒരുപാട് കുക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കഴിക്കാൻ ആളില്ലാണ്ട് നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കും കൂടെ ഒരു ഉപയോഗം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു കാര്യമുള്ളൂ. വെറുതെ ആരും കഴിക്കാണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഇതന്നെ വെച്ചിട്ട് എന്താ പറയുക, അവൻ കുറച്ച് കഴിച്ചു, പിന്നെ അക്ഷയ എടുത്തതേ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊന്നും വെക്കാൻ നിന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കറികളെ വെക്കുള്ളൂ. ഇന്നിപ്പോൾ അത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ അശ്വിനൊക്കെ റെഡിയായിട്ട് ഞാൻ പിന്നെ അവനെ ഒന്ന് കൊണ്ടാക്കാൻ പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വേറെ ഒന്നും വെക്കാണ്ടിരുന്നത്. നമ്മൾ വെച്ചാൽ കഴിക്കണം, അത് കഴിക്കാൻ ആളില്ലാണ്ട് അത് ബാക്കി വന്നു കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഒന്നും വെക്കാണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് പിന്നെ എന്തെങ്കിലും ഒന്നായാലും കുഴപ്പമില്ലല്ലോ. കുട്ടികളാകുമ്പോൾ അവരിഷ്ടത്തിന് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. പിന്നെ ആളുണ്ടെങ്കിൽ മൂപ്പർക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അതുമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഇഷ്ടം നമ്മൾ പിന്നെ എന്ത് വേണമെങ്കിലും കഴിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഞാൻ അത് മതിയെന്ന് പറഞ്ഞ് പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം കാച്ചിയതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും വെക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ അശ്വിനെ കൊണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിച്ചു.
അതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അധികം ഒന്നും മാറ്റാൻ നമുക്കില്ല. എന്താ പറയുക, നമ്മൾ അധികം കറികളൊന്നും വെക്കാത്ത കാരണം അധികം പാത്രങ്ങളൊന്നും നമുക്ക് ഇല്ല കേട്ടോ. പിന്നെ ഉള്ളത് എന്തായാലും ഒന്ന് കഴുകി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള വൃത്തിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് കഴുകാൻ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി ഒഴിച്ചതൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. അതിന് ശേഷം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ കൊണ്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ വാഷ് ബേസിനൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാത്രം കഴുകണമെന്ന് കാണിച്ചില്ല. അത് ഒരിക്കൽ കാണിച്ച് വെറുതെ കാണിക്കുമ്പോൾ നമുക്കതൊരു ബോറടി ആവില്ലേ. അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് വാഷ് ബേസിൻ കഴുകാനും കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് പാലെടുത്തിട്ട് തൈര് ഉറവൊഴിച്ച് വെച്ചു കേട്ടോ. നമുക്ക് തൈര് കുറവായിരുന്നു, അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തന്നെ കുറച്ചെടുത്ത് ഉറവൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് വേഗം തന്നെ ഞാൻ പിന്നെ നമ്മുടെ എന്താ പറയുക കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ മേലെ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്. തുണിയൊന്ന് തിരുമ്പാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അടിച്ച് കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ തുണിയൊക്കെ തിരുമ്പി കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്ന് തിരുമ്പാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ തുടയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും തന്നെ നമ്മുടെ തുണിയെല്ലാം തിരുമ്പി റെഡിയായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് നമ്മൾ മുകളിൽ പോയി അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. വെള്ളം ഓഫ് ചെയ്യും, അതുപോലെ തുണി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അത് വേഗം തന്നെ ഞാൻ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. തുടച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി ഒരുങ്ങിയ പോലെയാണ് അല്ലേ. അപ്പോൾ തുടച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തുണിയും തിരുമ്പി കിട്ടും കേട്ടോ. അപ്പോൾ 2 പണി ഒപ്പമാകും. അപ്പോൾ ഞാൻ വേഗം തന്നെ തുടച്ച് കഴിഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ തുണിയെല്ലാം നമുക്ക് തിരുമ്പി കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ വന്നിട്ട് അതൊക്കെ ഒന്ന് തോരിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് റെസിപ്പീസോ കുറച്ച് എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുള്ളൂ, ഇന്നിപ്പോൾ അതും ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. എന്താ പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് കാര്യമില്ല, കഴിക്കാണ്ട് വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ സമയവും മെനക്കെടുത്തി നമ്മൾ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മെനക്കെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്താ പറയുക, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കാണിക്കുക, അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് കറികൾ വെക്കുക, ഒരുപാട് കാര്യങ്ങൾ കാണിക്കുക അങ്ങനെ ഇല്ല കേട്ടോ. നമ്മൾ ഡെയിലി കാണിക്കില്ല, ഡെയിലി നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അത്രയേ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. റെസിപ്പികളും കുഞ്ഞു റെസിപ്പി ആണെങ്കിലും അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.